ഹായ് എവ്രി വൺ. ആദ്യം തന്നെ ഈ ഒരു വീഡിയോ എന്താന്ന് പറയാം. നമ്മുടെ ചാനൽ 2K സബ്സ്ക്രൈബേഴ്സ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു ജാനുവരി 15 നമ്മുടെ ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ട് 2 ഇയേഴ്സ് കംപ്ലീറ്റ് ആവാണ്. അപ്പോൾ ഇതിൻ്റെ രണ്ടിൻ്റെയും കൂടെ ഒരു ചെറിയൊരു സെലിബ്രേഷൻ വീഡിയോ ആണ് കേട്ടോ ഇത്. വീഡിയോയിലേക്ക് കടക്കുന്നതിൻ്റെ മുന്നേ തന്നെ നിങ്ങളെല്ലാവരോടും ഒരു ബിഗ് താങ്ക്സ് പറയാൻ വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു മൊമെൻ്റ് എടുക്കുകയാണ്. ഈ ഒരു 2 ഇയേഴ്സിൻ്റെ ഇടയ്ക്കായിട്ട് നിങ്ങളെല്ലാവരും നിങ്ങളുടെ സ്നേഹവും സപ്പോർട്ടും ഒക്കെ എനിക്ക് തന്നിട്ടുണ്ട്. ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ ദാറ്റ്. പിന്നെ എല്ലാ യൂട്യൂബേഴ്സിൻ്റെയും ആദ്യത്തെ മൈൽ സ്റ്റോൺ എന്ന് പറയുന്നത് 1K സബ്സ്ക്രൈബേഴ്സ് ആയിരിക്കും. പക്ഷേ എനിക്കതായ സമയത്ത് എൻ്റെ ഗ്രാറ്റിറ്റ്യൂഡും താങ്ക്സും ഒന്നും നിങ്ങളോട് കാര്യമായിട്ട് എനിക്ക് പറയാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പം ഈ 2K ആകുമ്പോൾ തന്നെ എന്തായാലും അതിന് വേണ്ടിയിട്ട് ഒരു വീഡിയോ ചെയ്യണമെന്ന് ഞാൻ വിചാരിച്ചായിരുന്നു. ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ യുവർ ലവ് ആൻഡ് സപ്പോർട്ട്. സത്യം പറഞ്ഞാൽ ഈ ഒരു വീഡിയോ ചെയ്യണമെന്ന് മുന്നേ ഞാൻ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. എന്തെങ്കിലും ഒരു ഗ്രാറ്റിറ്റ്യൂഡ് വീഡിയോ ചെയ്യണമെന്നായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ ഈ ഒരു വീഡിയോ ഷൂട്ട് ചെയ്യുന്ന ആ ഒരു ദിവസം ഒരു ഉച്ചയൊക്കെ ആയപ്പോഴാണ് പെട്ടെന്ന് കേക്കൊക്കെ വാങ്ങിയിട്ട് ഒന്ന് സെലിബ്രേറ്റ് ആയിട്ട് തന്നെ ചെയ്യാമെന്ന് വിചാരിച്ചത്. അപ്പം കേക്ക് ഓർഡർ ചെയ്തപ്പം അതൊരു യെല്ലോ കളറായിരുന്നു. അതുകൊണ്ട് തന്നെ എല്ലാം ഒന്ന് യെല്ലോ തീം ആക്കാമെന്ന് വിചാരിച്ചിട്ട് കുറേ ഫ്ലവേഴ്സൊക്കെ പിക്ക് ചെയ്യാണ്. ഒരു ഡെക്കറേഷന് വേണ്ടിയിട്ടൊരു ബൊക്കെയൊക്കെ സൈഡിലുണ്ടായാൽ അടിപൊളിയായിരിക്കും എന്ന് വിചാരിച്ചിട്ട്. പിൻട്രസ്റ്റിലൊക്കെ ഒരു ഇൻസ്പിറേഷന് വേണ്ടി നോക്കിയപ്പോൾ എല്ലാ കേക്കിൻ്റെ സൈഡിലും ഒരു ബൊക്കെ ഇരിക്കണത് കണ്ടു. എന്നാൽ പിന്നെ ഒരു ബൊക്കയും വേണമെന്ന് വിചാരിച്ചു. പക്ഷെ എന്ത് സാധനമാണെങ്കിലും വാങ്ങുന്നതിൻ്റെ പകരം അത് ഉണ്ടാക്കാൻ പറ്റുന്നുള്ളൊരു ഓവർ കോൺഫിഡൻസ് ഉള്ളത് കൊണ്ട് പറമ്പിലെ സാധാരണ പൂക്കളൊക്കെ പറിച്ചിട്ടൊരു ബൊക്കെ അങ്ങ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. എൻ്റെ സിസ്റ്ററാണ് കേട്ടോ എന്നെ ഇതിനൊക്കെ ഹെൽപ്പ് ചെയ്തിട്ടുള്ളത്. പിന്നെ എല്ലാം ഒരു മഞ്ഞമയമായിരിക്കണം എന്നുള്ള ഒരു കാര്യവും മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ഞങ്ങൾക്ക് അറിയണ പോലെ യൂട്യൂബിലെ ട്യൂട്ടോറിയൽസൊക്കെ നോക്കിയിട്ട് ഒരു ബൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഫൈനൽ ലുക്ക്. ഭയങ്കര അസ്തറ്റിക് ഒന്നും ആയിട്ടില്ലെങ്കിലും എല്ലാം ഒരു മഞ്ഞമയമായിട്ടുണ്ട്. അതിന് ധാരാളമാണ്. പിന്നെ കേക്ക് ഓർഡർ ചെയ്തത് വന്നിട്ടുണ്ട്. അപ്പം ഒരു യെല്ലോ ആൻഡ് വൈറ്റ് തീമിലുള്ള കേക്ക് തന്നെയായിരുന്നു വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ അതിൻ്റെ മുകളിൽ ഹാപ്പി 2 എന്ന് എഴുതിയിട്ടുണ്ട്. 2K സബ്സ്ക്രൈബേഴ്സ് ആയതിൻ്റെയും 2 ഇയേഴ്സ് ആനിവേഴ്സറി, അങ്ങനെ 2 മീനിങ് ഉണ്ട് കേട്ടോ. പിന്നെ ഞാൻ റെഡി ആവാനായിട്ട് പോയിട്ടുണ്ട്. ഈ ഒരു യെല്ലോ ഹെയർ ബോയും ഒരു യെല്ലോ ഔട്ട്ഫിറ്റും ഞാൻ പിക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം കുറച്ച് ഫോട്ടോഷൂട്ടൊക്കെ ചെയ്തു. ഒരു എസ്തറ്റിക്കനായിട്ട് ഞാൻ വൈറ്റ് ബാക്ക്ഗ്രൗണ്ടും കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഈ ഒരു കേക്കും കൂടെ വന്നപ്പോൾ അടിപൊളി ലുക്കായിട്ടുണ്ട് കേട്ടോ. പിന്നെ ഈ 2-നൊരു പ്രത്യേകത ഉണ്ട്. 2 എൻ്റെ ലക്കി നമ്പർ ആണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഞാൻ 2002 ജനിച്ചിട്ടുള്ളത്. യെസ്, ഐ എം എ 2K കിഡ്. പിന്നെ എനിക്കിപ്പോൾ 22 ഇയേഴ്സ് ഓൾഡാണ്. അപ്പം ഒരുപാട് നല്ല കാര്യങ്ങൾ ഈ ഒരു ഏജിൽ നടക്കുന്ന പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. പിന്നെ എൻ്റെ സ്കൂളിൽ എല്ലാ റോൾ നമ്പേഴ്സും ഒന്നെങ്കിൽ 2 സ്റ്റാർട്ടോ എൻഡോ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പം അതുപോലെ തന്നെ ഈ ഒരു 2K സെലിബ്രേഷനും ഈ ഒരു 2 ഇയേഴ്സ് ആനിവേഴ്സറിയും നല്ലൊരു തുടക്കമാവട്ടെ നമ്മുടെ ചാനലിൽ നിന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതേ കേക്കൊക്കെ കട്ട് ചെയ്യാൻ പോവാണ്. എനിക്ക് ഒരുപാട് സന്തോഷം തോന്നിട്ടോ. നമ്മുടെ ഏതൊരു വിജയവും ചെറുതോ വലുതോ ആയിക്കോട്ടെ അത് സെലിബ്രേറ്റ് ചെയ്യാനായിട്ട് മറക്കരുത്. ഏതൊരു ചെറിയ പ്രോഗ്രസ് ആണെന്നുണ്ടെങ്കിലും അതിനൊരു അപ്രിസിയേഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ മുന്നോട്ട് പോകാനായിട്ടുള്ള ഒരു മോട്ടിവേഷനും ഇൻസ്പിറേഷനൊക്കെ നമുക്ക് ഉണ്ടാകുള്ളൂ. അപ്പോൾ ഫസ്റ്റ് പീസ് നിങ്ങൾക്ക് തന്നെ തരാമെന്ന് വിചാരിച്ചു. പിന്നെ ബാക്കിയുള്ളതൊക്കെ നമ്മൾ പ്ലേറ്റിലേക്ക് സെർവ് ചെയ്യുകയാണ്. ഞാനും എൻ്റെ കസിൻ സിസ്റ്ററും മാത്രമേ വീട്ടിലുണ്ടായിരുന്നുള്ളൂ ആ ഒരു സമയത്ത്. അപ്പോൾ ഞങ്ങളതൊക്കെ സേവ് ചെയ്ത് കഴിക്കാം കേട്ടോ. പിന്നെ അമ്മയും അച്ഛനൊക്കെ വരുമ്പോൾ അവർക്കും കൊടുക്കണം. അവരും ഭയങ്കര ഹാപ്പിയാണ് ഈ ഒരു 2K ആയതിൽ. 1K ആയപ്പോൾ തന്നെ അവർ ഭയങ്കര ഹാപ്പി ആയിരുന്നു. രാവിലെ എഴുന്നേറ്റപ്പോൾ തന്നെ അവരാണ് വന്നെന്നോട് 1K ആയി എന്നൊക്കെ പറഞ്ഞ് എന്നെ ഹഗ് ചെയ്യുകയും കിസ് ചെയ്യുകയൊക്കെ ചെയ്തത്. അപ്പം അവരുടെയും നല്ലൊരു സപ്പോർട്ട് എനിക്കുണ്ട്. അപ്പം നമ്മുടെ ചാനൽ ഇനിയും മുന്നോട്ട് ഗ്രോ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങളും പ്രാർത്ഥിക്കും, ഞാനും പ്രാർത്ഥിക്കാം. നിങ്ങൾക്കും എന്തെങ്കിലുമൊക്കെ തരണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. ഞാനൊരു ഗിവ് അവേ ഒക്കെ എന്തായാലും സൂൺ തന്നെ ചെയ്യാം. പിന്നെ ഞാൻ ഈ ഒരു ഡേനെ പറ്റിയിട്ടൊന്ന് ജേർണലിങ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടോ. ഇത് ഞാൻ നെക്സ്റ്റ് ഡേ ആണ് ചെയ്യുന്നത്. കാരണം തലേന്നെടുത്ത പിക്സിൻ്റെയൊക്കെ പ്രിൻ്റ് എടുക്കാനായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കുറേ പ്രിൻസൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. എൻ്റെ ഫേവറേറ്റ് കളറാണ് കേട്ടോ യെല്ലോ. പക്ഷേ ആ ഒരു കേക്ക് യെല്ലോ കളറിൽ തന്നെ കിട്ടിയത് വളരെ ആകർഷകമായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ബാക്കി കാര്യങ്ങളൊക്കെ ഒരു യെല്ലോ തീം തന്നെ ആക്കാമെന്ന് വിചാരിച്ചത്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ടുള്ള ജേർണൽ സപ്ലൈസൊക്കെ ഞാൻ എടുക്കുകയാണ്, ആ ഒരു തീമുമായിട്ട് മാച്ച് ചെയ്ത് പോകുന്നത്. ഫസ്റ്റ് തന്നെ ഈ ഒരു ഡെക്കറേറ്റീവ് പേപ്പർ എടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിൽ 2K എന്ന് എഴുതിയിട്ട് കട്ട് ചെയ്യാണ്.
എന്നിട്ട് ബാക്ക്ഗ്രൗണ്ടിനായിട്ട് ഈ ഒരു പേപ്പർ തന്നെ കട്ട് ചെയ്ത് ഒട്ടിക്കുകയാണ്. എന്നിട്ടൊരു ബ്രൗൺ പേപ്പറും കട്ട് ചെയ്തിട്ട് അതിൻ്റെ നടുക്കായിട്ട് ഒട്ടിക്കുകയാണ്. അതിൻ്റെ മുകളിലാണ് ഈ ഒരു 2K എന്ന് എഴുതിയത് ഒട്ടിക്കുന്നത്. പിന്നെ നമുക്ക് 2K ആയത് ഞാൻ അപ്പം തന്നെ സ്ക്രീൻഷോട്ട് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും പ്രിൻ്റ് എടുത്തത് ഒട്ടിച്ച് കൊടുക്കുകയാണ്. പിന്നെ നമ്മുടെ ചാനലിൻ്റെ ആ ഒരു പ്രൊഫൈൽ പിക്ചർ ഞാനൊന്ന് സ്ക്രീൻഷോട്ട് എടുത്തിട്ടുണ്ടായിരുന്നു. ഒക്കെ ഒരു മഞ്ഞമയം ആയതുകൊണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അപ്പം അതും പ്രിൻ്റ് എടുത്തത് ആ ഒരു സൈഡിലോട്ടായിട്ട് ഒട്ടിച്ച് കൊടുക്കുകയാണ്. എൻ്റെ കയ്യിലുള്ള ഈ സ്റ്റിക്കേഴ്സൊക്കെ ഓൾമോസ്റ്റ് തീരാറായിട്ടുണ്ട്. അപ്പോൾ അതിൽ ബാക്കി വന്നതിൽ ഈ ഒരു തീമുമായിട്ട് മാച്ച് ചെയ്യുന്നതൊക്കെ ഞാൻ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഒട്ടിച്ചു കൊടുക്കുകയാണ്. പിന്നെ 1-2 കാര്യങ്ങളൊക്കെ ജേർണലിംഗ് പോലെ എഴുതി കൊടുക്കുകയാണ്. പിന്നെ ഈ സംഭവം ഞാൻ ഇൻവിറ്റേഷൻ കാർഡിൽ നിന്ന് കട്ട് ചെയ്തെടുത്തതാണ്. ഈ ബ്രൈഡിൻ്റെയും ഗ്രൂമിൻ്റെയും പേരിൻ്റെ ചുറ്റുമായിട്ടൊരു ഡെക്കറേഷൻ പോലെ ഉണ്ടാവില്ലേ, അതാണ് കേട്ടോ ഇത്. എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ എൻ്റെ ഗ്രാറ്റിറ്റ്യൂഡ്സും മറ്റ് കാര്യങ്ങളൊക്കെ ഞാൻ എഴുതി വെക്കുകയാണ്. പിന്നെ ഈ ഒരു കേക്കിൻ്റെ പിക്ക് ആ സൈഡിൽ ഒട്ടിച്ച് കൊടുക്കുകയാണ്. അന്ന് എടുത്ത ഒട്ടുമിക്ക പിക്സും എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഞാൻ വിചാരിച്ചതിനെക്കാട്ടും അടിപൊളിയായിട്ടുണ്ടായിരുന്നു. പിന്നെ ഇത് സ്റ്റിക്കി നോട്ട്സ് ആണ്. അത് ചെറുതായിട്ടൊന്ന് കീറിയിട്ട് സൈഡിൽ ഒട്ടിച്ച് കൊടുക്കുകയാണ്. എന്നിട്ട് അതിൻ്റെ മുകളിലും എന്തെങ്കിലും ഒരു പ്രിൻ്റ് ഒട്ടിച്ച് കൊടുക്കുകയാണ്. അന്നെടുത്തതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു ഫോട്ടോ അതാണ് കേട്ടോ. ഞാൻ വിചാരിച്ചതിനെക്കാട്ടും എനിക്ക് അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. അതാണ് ഞാൻ പ്രൊഫൈൽ പിക്ക് ആക്കിയിട്ടുള്ളത്. പിന്നെ ബാക്കി വന്നതൊക്കെ ആ സൈഡിലും അവിടെ ഇവിടെയൊക്കെ ആയിട്ട് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഇതാണ് ഫൈനൽ ലുക്ക്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഈ ഒരു യെല്ലോ തീമും കൂടെ ആയതുകൊണ്ട് തന്നെ ഭയങ്കര അടിപൊളിയായിട്ടുണ്ട്. ഡേ ബൈ ഡേ ഞാൻ ജേർണലിങ് ഭയങ്കര ഇഷ്ടപ്പെട്ട് വരികയാണ് കേട്ടോ. അപ്പം ഈവനിങ് ഒക്കെ ആയപ്പോൾ നന്നായിട്ടൊരു മഴ പെയ്തിട്ടോ. മഴ എപ്പം പെയ്താലും ഞാൻ ഫോണും കൊണ്ട് കൊലായിലെത്തും. കാരണം ഇതൊക്കെ എനിക്ക് ഷൂട്ട് ചെയ്യാനായിട്ട് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ റൂമിൻ്റെ ജനലൊക്കെ തുറന്ന് വെച്ചു. ഭയങ്കര ഒരു കോസി ഫീലായിരുന്നു. അപ്പം ഞാനിത് എൻ്റെ ട്രാക്കേഴ്സൊക്കെ ഒന്ന് ഫില്ല് ചെയ്യാമെന്ന് വിചാരിക്കുകയാണ് ഈ ഒരു ടൈമിൽ. നൈറ്റൊക്കെ ആയ സമയത്ത് അമ്മ പാലട പായസം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പം എൻ്റെ ഈ ഒരു വീടിൻ്റെ മുറ്റത്ത് ഇങ്ങനെ കുറേ മരത്തിൻ്റെ മുകളിൽ ലൈറ്റ്സൊക്കെ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഇടയിൽ ഇരിക്കാനായിട്ടൊരു സ്പോട്ടൊക്കെ ഉണ്ട് കേട്ടോ. അപ്പം ഞാൻ അവിടെ പോയിട്ട് പായസമൊക്കെ കുടിക്കുകയാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.